ഏകദേശം 2200 വർഷങ്ങൾക്ക് മുമ്പ് മൗര്യ സാമ്രാജ്യം തകർന്നു. അതിന്റെ സ്ഥാനത്ത് പലയിടങ്ങളിലായി നിരവധി പുതിയ രാജ്യങ്ങൾ ഉയർന്നുവന്നു. വടക്കു പടിഞ്ഞാറ്, വടക്കേ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലും ഏകദേശം 100 വർഷത്തോളം ഭരിച്ച രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഇൻഡോ ഗ്രീക്കുകാർ എന്നാണ്. ഇവരെ പിന്തുടർന്ന് മധ്യേഷ്യൻ ജനതയായ ഷകാസ് അധികാരമേറ്റു. വടക്കു പടിഞ്ഞാറ്, വടക്കും പടിഞ്ഞാറൻ ഇന്ത്യയിലുമായി അവരുടെ സാമ്രാജ്യം വ്യാപിപ്പിച്ചു. ഷകാസ് സിഥിയൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇതില് ചില രാജവംശം ഏകദേശം 500 വർഷത്തോളം ഭരിച്ചു. തുടർന്ന് ഷകാസിനെ ഗുപ്ത രാജാക്കന്മാർ പരാജയപ്പെടുത്തി. ഷകാസിനു ശേഷം കുശാനന്മാരാണ് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ എത്തിയത്. വടക്കും മധ്യേന്ത്യയുടെ ചില ഭാഗങ്ങളിലുമായി മൗര്യന്മാരുടെ ജനറലായിരുന്ന പുഷ്യാമിത്ര ശുംഗ ഒരു രാജ്യം സ്ഥാപിച്ചു. ശുംഗകളെ പിന്തുടർന്ന് വന്ന അടുത്ത രാജവംശമായിരുന്നു കണ്വാസ്. മറ്റു കുടുംബത്തിൽ നിന്നുള്ള ഭരണാധികാരികളായിരുന്നു കണ്വാസ്. ഗുപ്ത സാമ്രാജ്യം സ്ഥാപിക്കപ്പെടുന്നതുവരെ, അതായത് ഏകദേശം 1700 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവർ ഭരിച്ചു. പടിഞ്ഞാറൻ ഇന്ത്യയും സെൻട്രൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ ഭരിച്ചിരുന്ന ശതവാഹനന്മാരുമായി ഷകാസ് നിരവധി യുദ്ധങ്ങളിൽ ഏർപ്പെട്ടു. ശതവാഹന സാമ്രാജ്യം ഏകദേശം 2200 വർഷങ്ങൾക്ക് മുമ്പാണ് സ്ഥാപിക്കപ്പെട്ടത്. 400 വർഷങ്ങൾക്ക് മുമ്പ് വരെ സാമ്രാജ്യം നിലനിന്നിരുന്നു. ലോർഡ്സ് ഓഫ് ദക്ഷിണപഥ എന്നാണ് ശതവാഹനന്മാർ അറിയപ്പെട്ടത്. ഏകദേശം 1700 വർഷങ്ങൾക്ക് മുമ്പ് മധ്യേന്ത്യയിലും പടിഞ്ഞാറൻ ഇന്ത്യയിലും ഉയർന്നു വന്ന രാജകുടുംബമാണ് വാകാടകാസ്. അതേപോലെ 1500 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന മറ്റു 2 സാമ്രാജ്യങ്ങളായിരുന്നു പല്ലവാസും ചാലൂക്യാസും. നിരവധി രാജാക്കന്മാരും രാജ്യങ്ങളും അക്കാലത്ത് ഉണ്ടായിരുന്നു. അവയെക്കുറിച്ച് നാണയങ്ങളിൽ നിന്നും ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും ബുക്കുകളിൽ നിന്നുമെല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 2200-നും 1800-നും വർഷങ്ങൾക്കിടയില് ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു ചോളചേര പാണ്ഡ്യന്മാർ. മൂവാണ്ടർ എന്നും ഇവർ അറിയപ്പെട്ടു. 3 നായകന്മാർ എന്നാണ് അർത്ഥം. ചോളചേര പാണ്ഡ്യന്മാരുടെ കാലത്ത് 6 നഗരങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു. പുഹാർ അഥവാ കാവേരി പട്ടണം ചോളന്മാരുടെ തുറമുഖ നഗരമായിരുന്നു. മധുരൈ പാണ്ഡ്യന്മാരുടെയും. ഈ രാജാക്കന്മാർ നികുതികൾ സ്ഥിരമായി പിരിച്ചിരുന്നില്ല. പകരം ജനങ്ങളിൽ നിന്നും പാരിതോഷികങ്ങളും മറ്റും വാങ്ങിയിരുന്നു. സംഘസാഹിത്യത്തിൽ ഇവരെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ചേരന്മാരെ കേരളപുത്രന്മാരെന്നും വിളിക്കുന്നു. ഇവർ വ്യാപാരം ചെയ്തിരുന്നത് സുഗന്ധവ്യഞ്ജനങ്ങൾ, മഞ്ഞൾ, കന്നുകാലികൾ തുടങ്ങിയവയായിരുന്നു. കാവേരി ഡെൽറ്റയും ശ്രീലങ്കയും ഭരിച്ചിരുന്നത് ചോളന്മാരായിരുന്നു. മധുര കേന്ദ്രമാക്കി ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ ആയിരുന്നു. ഇനി സംഘം ഏജ് എന്താണെന്ന് നോക്കാം. സംഘ കാലഘട്ടം. ഇരുമ്പ് യുഗം അഥവാ അയൺ ഏജ് ദക്ഷിണേന്ത്യയിൽ സുവർണ കാലഘട്ടത്തിന്റെ വേരുകൾ സ്ഥാപിച്ചു. BC 300 മുതൽ AD 300 വരെയുള്ള കാലഘട്ടമാണിത്. ഇത് സംഘകാലം എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിലെ സമ്പന്നമായ കവിതകൾ തമിഴ് സംസ്കാരത്തിന്റെയും സമൂഹത്തിന്റെയും മഹത്വത്തെ പ്രതിഫലിപ്പിക്കുന്നു. കംബോഡിയ, റോം തുടങ്ങിയ വിദൂര ദേശങ്ങളുമായി തമിഴർക്ക് നല്ല ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ഇനി സംഘം ലിറ്ററേച്ചർ, സംഘകാല സാഹിത്യം എന്താണെന്ന് നോക്കാം. സംഘം എന്നാൽ സമ്മേളനം എന്നാണ് അർത്ഥമാക്കുന്നത്. തമിഴ് സാഹിത്യം കവികളുടെ 3 സാഹിത്യ സമ്മേളനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പാണ്ഡ്യ രാജാക്കന്മാരുടെ നേതൃത്വത്തിൽ 2200 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഇത്. 2ാമത്തെ അസംബ്ലിയിൽ ക്രോഡീകരിച്ച തമിഴ് വ്യാകരണ ഗ്രന്ഥമായ തൊൽക്കാപ്പിയം മാത്രമേ ഇന്നും നിലനിൽക്കുന്നുള്ളൂ. മധുരയിൽ നടന്ന 3ാം അസംബ്ലിയിൽ 2000-ലധികം കവിതകൾ ക്രോഡീകരിക്കുകയും അവയെ സംഘസാഹിത്യം എന്ന് വിളിക്കുകയും ചെയ്യുന്നു. ഇനി ദൂരദേശങ്ങളിൽ നിന്നും ഇന്ത്യ കീഴടക്കിയവരെ കുറിച്ചിട്ടാണ് പറയുന്നത്. കോൺകറേഴ്സ് ഫ്രം ഡിസ്റ്റന്റ് ലാൻഡ്സ്. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺകറേഴ്സ് ആയിരുന്നു ശുംഗാസും ഇൻഡോ ഗ്രീക്സ്, പാർത്തിയൻസ്, കുശാനാസ്, ഷകാസ് തുടങ്ങിയവർ. ശുംഗാസ് 185 BC-യിലാണ് ലാസ്റ്റ് മൗര്യൻ റൂളറായ ബൃഹദ്രഥയെ പരാജയപ്പെടുത്തി മഗധ കീഴടക്കിയത്.
ബുദ്ധിസം വ്യാപിപ്പിച്ചത് ശുംഗസ് ആയിരുന്നു. വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഇൻഡോ ഗ്രീക്സ് അഥവാ ബാക്ട്രിയൻസ് പഞ്ചാബ് പിടിച്ചെടുത്തു. മധ്യേഷ്യയിൽ നിന്നുമെത്തി ഗാന്ധാര തലസ്ഥാനമാക്കിയവരാണ് പാർത്തിയൻസ്. ഇൻഡോ ഗ്രീക്കുകാരെയും പാർത്തിയൻസിനെയും ശകന്മാരെയും പരാജയപ്പെടുത്തിയ വടക്കു പടിഞ്ഞാറൻ ചൈനയിലുള്ള യൂഹീച്ചിൻ ട്രൈബ്സില് ഉള്ളവരാണ് കുശാനന്മാർ. കുശാനന്മാരിൽ പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്നു കനിഷ്കൻ. ഹിന്ദുക്കുഷ് മലനിരകളിൽ നിന്നും എത്തിയ ശകന്മാർ ഉജ്ജയിൻ തലസ്ഥാനമാക്കി ഭരണം ആരംഭിച്ചു. രുദ്രരാമൻ പ്രഗത്ഭനായ ശകരാജാവായിരുന്നു. സെൻട്രൽ ഇന്ത്യയിലെ പ്രധാന ഭരണാധികാരിയായിരുന്നത് ശതവാഹനാസ് ആയിരുന്നു. ഗൗതമിപുത്ര ശ്രീ ശതകർണി ആയിരുന്നു പ്രധാന റൂളർ. ഫോറിൻ ട്രേഡ്. തമിഴകത്തിന് ദൂരദേശങ്ങളുമായി വ്യാപാരമുണ്ടായിരുന്നു. ഗ്രീക്ക് ഗ്രന്ഥമായ പ്ലിനീസ് പെരിപ്ലസ് ഓഫ് ഹിസ്റ്ററിയില് ഇത്തരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളെക്കുറിച്ച് ഉറപ്പിച്ചു പറയുന്നുണ്ട്. സംഘസാഹിത്യത്തിൽ റോമാക്കാരെയും ഗ്രീക്കുകാരെയും പ്രതിപാദിക്കുന്നത് യവനന്മാർ എന്നാണ്. ദക്ഷിണേന്ത്യയിലേക്ക് ക്രിസ്തുമതം എത്തുന്നത് ഇത്തരത്തിലുള്ള വ്യാപാര ബന്ധത്തിലൂടെയാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഉത്തരേന്ത്യയിലെ തക്ഷിലയിലൂടെ ഉജ്ജയിൻ വഴി പാടലിപുത്രയിലേക്കുള്ള വ്യാപാര പാത താമ്രലിപ്തി തുറമുഖവുമായി ബന്ധിപ്പിച്ചിരുന്നു. തമിഴ് രാജവംശത്തിന് സിലോണിന്റെ തെക്ക് കിഴക്കൻ പ്രദേശങ്ങളായ മലയ, ജാവ, കംബോഡിയ, സുമാത്രയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു. ട്രേഡ്. വ്യാപാരം വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇത്. സ്വർണം, വെള്ളി, ചെമ്പ് തുടങ്ങിയ ലോഹങ്ങൾ കൊണ്ട് നാണയങ്ങൾ നിർമ്മിച്ച് വ്യാപാരത്തെ പ്രോത്സാഹിപ്പിച്ചു. ബറൂച്ച്, സോപാര, കല്യാൺ തുടങ്ങിയ നഗരങ്ങൾ തുറമുഖ നഗരങ്ങളായിരുന്നു. വ്യാപാരത്തിന് ഇത്രയധികം വികസനവും വളർച്ചയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവാൻ കാരണം സിൽക്ക് റൂട്ടാണ്. ഇന്ത്യയെ റോമുമായി മധ്യേഷ്യ വഴി ബന്ധിപ്പിച്ചിരുന്ന ഒരു വ്യാപാര കച്ചവട പാതയാണ് സിൽക്ക് റൂട്ട്. സിൽക്ക് റൂട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിൽക്കിന്റെ നിർമ്മാണം വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒന്നായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഗുണവും മേന്മയും കൊണ്ട് എല്ലാ നാടുകളിലെയും ജനങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതുമായിരുന്നു സിൽക്ക്. സിൽക്ക് നിർമ്മാണ വിദ്യ ആദ്യമായി കണ്ടുപിടിച്ചത് 7000 വർഷങ്ങൾക്ക് മുമ്പ് ചൈനയായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ അവർ ഇതിന്റെ രഹസ്യം പുറത്തുവിട്ടിരുന്നില്ല. ചൈനയിൽ നിന്നും സിൽക്കുമായി ആളുകൾ ദൂരദേശങ്ങളിലേക്ക് കാൽനടയായും ഒട്ടകപ്പുറത്തും കുതിരപ്പുറത്തും പോയിരുന്നു. ഇവർ പോയിരുന്ന പാതകളാണ് പിന്നീട് സിൽക്ക് റൂട്ട് എന്നറിയപ്പെട്ടത്. ചൈനയിലെ ഭരണാധികാരികൾ പാരിതോഷികങ്ങളായും സിൽക്ക് ഇറാനിലേക്കും പടിഞ്ഞാറൻ ഏഷ്യയിലേക്കും റൂളേഴ്സിന് കൊടുത്തുവിടുമായിരുന്നു. അവർ തിരിച്ചു പാരിതോഷികങ്ങൾ കൊടുത്തയക്കുമായിരുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് ശേഷമാണ് മറ്റുള്ളവർ സിൽക്കിനെ കുറിച്ച് അറിയുന്നത്. പിന്നീട് റോമൻ റൂളേഴ്സിനിടയിലും സമ്പന്നർക്കിടയിലും സിൽക്ക് തുണികൾ പ്രചാരത്തിലായി. ചൈനയിൽ നിന്നും മറ്റുമുള്ള സിൽക്കിന്റെ കൊണ്ടുപോകൽ വളരെ ചിലവേറിയതായിരുന്നു. കടന്നുപോകുന്ന വഴികൾ വളരെ അപകടങ്ങൾ നിറഞ്ഞതായിരുന്നു. പർവ്വതങ്ങളും മരുഭൂമികളും താണ്ടി വേണമായിരുന്നു കച്ചവടത്തിന് പോകാൻ. കൂടാതെ കടന്നു പോകുന്ന വഴികളിൽ നിന്നുമുള്ള ആളുകൾ കച്ചവടക്കാരിൽ നിന്നും ഒരു തുക ഈടാക്കുകയും ചെയ്യുമായിരുന്നു. ചില രാജാക്കന്മാർ സിൽക്ക് റൂട്ടിന്റെ ചില ഭാഗങ്ങൾ പിടിച്ചടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുവഴി സിൽക്ക് റൂട്ടിൽ നിന്ന് ലഭിക്കുന്ന ടാക്സസും പാരിതോഷികങ്ങളും മറ്റും രാജാക്കന്മാർക്ക് ലഭിക്കുമായിരുന്നു. രാജാക്കന്മാർ ഇതിന് പകരമായി അതുവഴി കടന്നു പോകുന്ന കച്ചവടക്കാരെ കൊള്ളക്കാരിൽ നിന്നും സംരക്ഷിക്കേണ്ട ബാധ്യതയും ഏറ്റെടുത്തു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് മധ്യേഷ്യയും വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയും ഭരിച്ചിരുന്ന കുശാനന്മാരുടെ അധീനതയിലായിരുന്നു സിൽക്ക് റൂട്ട്. അക്കാലത്ത് അവരുടെ പ്രധാന അധികാര കേന്ദ്രങ്ങളായിരുന്നു പേഷ്വാറും മധുരയും തക്ഷിലയും. കുശാനന്മാരുടെ കാലത്ത് സിൽക്ക് റൂട്ടിനെ മധ്യേഷ്യയിൽ നിന്നും ഇൻഡസ് നദീമുഖത്തുള്ള തുറമുഖങ്ങളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അവിടെ നിന്നും പടിഞ്ഞാറോട്ട് റോമൻ സാമ്രാജ്യത്തിലേക്ക് സിൽക്ക് കയറ്റി അയക്കുമായിരുന്നു. ആദ്യകാല ഭരണാധികാരികളിൽപ്പെട്ട കുശാനന്മാരാണ് ഗോൾഡ് കോയിൻസ് സിൽക്ക് റൂട്ടുള്ള കച്ചവടക്കാർക്ക് വേണ്ടി ഇറക്കിയത്. റിലീജിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ ഇന്ത്യയിലെ പ്രധാന മതങ്ങൾ ബുദ്ധിസവും ഹിന്ദുയിസവും ആയിരുന്നു. ഹീനയാനം, മഹായാനം എന്ന ബുദ്ധിസം വിഭജിക്കപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണിത്. ഇൻഡോ ഗ്രീക്ക് രാജാവായിരുന്ന മെനാൻഡർ കുശാന റൂളറായ കനിഷ്കയും ബുദ്ധിസത്തിന്റെ വളർച്ചയ്ക്ക് സഹായിച്ചു. ബുദ്ധ പ്രതിമകളിൽ ഏറ്റവും നീളം കൂടിയതായിരുന്നു
ബാമിയൻ. സ്പ്രെഡ് ഓഫ് ബുദ്ധിസത്തിന്റെ വ്യാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1900 വർഷങ്ങൾക്ക് മുമ്പ് കുശാന രാജാവായിരുന്ന കനിഷ്കനാണ് ബുദ്ധിസ്റ്റ് കൗൺസിൽ ഓർഗനൈസ് ചെയ്തത്. ബുദ്ധ പണ്ഡിതന്മാർ കണ്ടുമുട്ടി പ്രധാന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ കൗൺസിലിൽ ആയിരുന്നു. കനിഷ്കന്റെ കൊട്ടാരത്തിലെ കവിയായിരുന്ന അശ്വഘോഷ എഴുതിയ ഗ്രന്ഥമാണ് ബുദ്ധചരിതം. സംസ്കൃതത്തിലാണ് അശ്വഘോഷനും പണ്ഡിതന്മാരും എഴുതിയിരുന്നത്. ഈ കാലയളവിലാണ് മഹായാന ബുദ്ധിസം വികസിച്ചു വന്നത്. 2 തരം വ്യത്യാസങ്ങൾ ഈ കാലഘട്ടത്തിൽ ബുദ്ധിസത്തിൽ സംഭവിച്ചു. ആദ്യകാലങ്ങളിൽ നിർമ്മിച്ചിരുന്നത് പ്രതിമകളിൽ ബുദ്ധന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നവയായിരുന്നു. അതായത് പീപ്പിൾ ട്രീക്ക് താഴെ ബുദ്ധന്റെ എൻലൈറ്റ്മെന്റ് ചിത്രീകരിക്കുന്ന രീതിയിലായിരുന്നു അക്കാലത്ത് ആദ്യകാലങ്ങളിൽ ബുദ്ധനെ അവർ ചിത്രീകരിച്ചിരിക്കുന്നതും പ്രതിമകൾ നിർമ്മിച്ചിരുന്നതും. എന്നാൽ മഹായാന ബുദ്ധിസത്തിന്റെ വളർച്ചയ്ക്ക് ശേഷം, അതായത് ആ വളർച്ചാ സമയത്ത് ബുദ്ധ പ്രതിമകൾ നിർമ്മിക്കാൻ തുടങ്ങി. മധുരയിലാണ് പ്രധാനമായും അവ നിർമ്മിച്ചത്. ബാക്കിയുള്ളവ തക്ഷിലയിലും നിർമ്മിച്ചു തുടങ്ങി. രണ്ടാമത് ബോധിസത്വന്മാരിൽ ഉള്ള വിശ്വാസമായിരുന്നു. അവരെ ആരാധിക്കാൻ തുടങ്ങി. സെൻട്രൽ ഏഷ്യ, ചൈന, പിന്നീട് കൊറിയ, ജപ്പാൻ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇത് പ്രചാരത്തിലായത്. ആദ്യകാല ബുദ്ധിസം തേരാവാദ ബുദ്ധിസം എന്നാണ് അറിയപ്പെട്ടത്. ഇനി ഈ ഒരു കാലഘട്ടത്തിലെ പിൽഗ്രിംസ്, തീർത്ഥാടകരെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആരാധനയ്ക്കായി പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നവരെയാണ് തീർത്ഥാടകർ എന്ന് വിളിക്കുന്നത്. അത്തരത്തിൽപ്പെട്ട ഒരു തീർത്ഥാടകൻ, ഒരു പിൽഗ്രിം ആയിരുന്നു ഫാഹിയാൻ. ചൈനീസ് ബുദ്ധിസ്റ്റ് പിൽഗ്രിം ആയിരുന്നു അദ്ദേഹം. 1600 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യ സന്ദർശിച്ച പിൽഗ്രിമാണ് ഫാഹിയാൻ. അടുത്തത് ഹുയാൻസാങ് 1400 വർഷങ്ങൾക്ക് മുമ്പ് സന്ദർശിച്ചു ഇന്ത്യ. പിന്നെ ഐക്വിങ്, അദ്ദേഹം ഹുയാൻസാങ്ങിന്റെ സന്ദർശന ശേഷം 50 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം എത്തിയ ആളായിരുന്നു ഐക്വിങ്. ഹുയാൻസാങ്ങിന്റെ എഴുത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവാണ് നളന്ദ സെന്ററിനെ കുറിച്ച്. ഇതൊരു ബുദ്ധിസ്റ്റ് ലേണിംഗ് സെന്റർ ആണ്. ബീഹാറിലാണ് ഇത് ഉള്ളത്. വിഷ്ണുവിനെയും ശിവനെയും ദേവീ സങ്കല്പങ്ങളെയും ഒക്കെ ആരാധിച്ചിരുന്ന ശതവാഹന റൂളേഴ്സ് ആണ് ഹിന്ദുയിസം കൂടുതലും പ്രചരിപ്പിച്ചത്. ദൈവത്തോടുള്ള സ്നേഹപൂർവമായ ആരാധന പിന്നീട് ഭക്തി എന്ന പേരിൽ പ്രചാരത്തിലായി. ദൈവസങ്കല്പങ്ങളെ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കാൻ തുടങ്ങി. അക്കാലത്തെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമായി തീർന്നു ഭഗവത്ഗീത. ഭക്തി പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. ഭക്തി, ഭജ് എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് ഭക്തി വരുന്നത്. ടു ഡിവൈഡ് ഓർ ഷെയർ, അതായത് വിഭജിക്കുക അല്ലെങ്കിൽ പങ്കിടുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഭക്തനും ദൈവവും തമ്മിലുള്ള ആഴത്തിൽ ഉള്ളൊരു ബന്ധമാണ് ഭക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്തി ഭഗവാനിലേക്ക് അഥവാ ദൈവത്തിലേക്ക് നയിക്കുന്നു. ഭഗവത് എന്നാൽ ഭാഗത്തെ കൈവശം വയ്ക്കുകയോ പങ്കിടുകയോ ചെയ്യുന്നവൻ ആണ് ഭഗവത്. ഭാഗമെന്നാൽ ഭാഗ്യവും ആനന്ദത്തെയുമാണ് ഭാഗം എന്നത് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭക്തൻ അല്ലെങ്കിൽ ഭാഗവതൻ എന്നാല് ഭാഗവതൻ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ഭാഗങ്ങൾ പങ്കിടുന്നു. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാലഘട്ടത്തിലാണ് റോമൻ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനിറ്റി വികസിക്കുന്നത്. വെസ്റ്റ് ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് തുടങ്ങിയ ഇടങ്ങളിലാണിത് വ്യാപിച്ചത്. ക്രിസ്തുവിന്റെ കാലശേഷം 100 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ആദ്യ ക്രിസ്തുമത പ്രചാരകൻ വെസ്റ്റ് ഏഷ്യയിൽ നിന്നും സബ് കോണ്ടിനെന്റിലെ വെസ്റ്റ് കോസ്റ്റിലേക്ക് എത്തി. കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗം സിറിയൻ ക്രിസ്ത്യൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വെസ്റ്റ് ഏഷ്യയിൽ നിന്നുമാണ് എത്തിയത്. ലോകത്തിലെ തന്നെ ആദ്യകാല ക്രിസ്ത്യൻ സമൂഹമാണിത്. ധാരാളം മാറ്റങ്ങൾ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നു. അതിൽ സാധാരണക്കാരായ പുരുഷന്മാരും സ്ത്രീകളും ഒരു പ്രധാന പങ്ക് വഹിച്ചു. കൃഷിയുടെ വളർച്ചയും കരകൗശല ഉൽപാദനത്തിന്റെ വ്യാപനവും മറ്റും പുതിയ വ്യാപാര മേഖലകൾക്കും പുതിയ പട്ടണങ്ങൾക്കും തുടക്കം കുറിച്ചു. വ്യാപാരികൾ കരമാർഗത്തിലും കടൽ മാർഗത്തിലും സഞ്ചരിക്കാൻ സാധിക്കുന്ന തരത്തിൽ പുതിയ പാതകൾ കണ്ടുപിടിക്കാൻ തുടങ്ങി. ആ പാതകൾ ഉപഭൂഖണ്ഡത്തിന് പുറത്തേക്കും അകത്തേക്കും പോകുന്ന തരത്തിലുള്ളതായിരുന്നു. പടിഞ്ഞാറൻ ഏഷ്യയിലേക്കും കിഴക്കൻ ആഫ്രിക്കയിലേക്കും തെക്ക് കിഴക്ക് ഏഷ്യയിലേക്കും കടൽ മാർഗം സഞ്ചരിക്കാനുള്ള വഴികളും വ്യാപാരികൾ കണ്ടെത്തി തുറന്നു. ധാരാളം കെട്ടിടങ്ങൾ പണിതുയർത്തി. അതിൽ ക്ഷേത്രങ്ങളും സ്തൂപങ്ങളും ഒക്കെ ഉൾപ്പെടുന്നു.
ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുകയും ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തപ്പെടുകയും ചെയ്തു. ഏകദേശം ഒരേ കാലയളവിലാണ് ഈ വികസനങ്ങളൊക്കെയും തന്നെ നടന്നത്.